സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. നല്ല പാറ്റേണിൽ ഒരു പേസ്ലി ഡിസൈൻസിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പറയുകയാണെങ്കിൽ ഒരു എമറാൾഡ് ഗ്രീനും യെല്ലോയും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഒരു പേസ്ലി ഡിസൈൻസ് വരുന്നത്. ഒരു സെറി വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക്. കൂടാതെ ബോഡി കംപ്ലീറ്റ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ഒരു ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു ലൈൻസ് വന്നിട്ട് വുവൺ പാറ്റേണിലുള്ള ലൈറ്റ് ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഫുൾ സാരിയിൽ. മുകൾ ഭാഗത്ത് വരുമ്പോൾ സിമ്പിൾ ബോർഡറാണ് വരുന്നത്. സെറിയിൽ സിമ്പിൾ ബോർഡർ വന്നിട്ട് ഫുൾ ബോഡി ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു പോർഷനിലായിരിക്കും വരിക. നമ്മൾ ലേസി പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. വളരെ ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരികയാണെങ്കിൽ. പ്ലീറ്റ്സ് എല്ലാം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം കേട്ടോ സാരി. ഇതാണ് ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെയുള്ള ഒരു ലൈൻ പാറ്റേൺസ് ഉണ്ട്. വുവൺ ഡിസൈൻസിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരും. വിത്ത് സിമ്പിൾ ബോർഡർ, ഒരു ബെൻഡെക്സ് ടൈപ്പിലുള്ള ബോർഡറാണ് സാരിക്ക് ലോവർ ഏരിയയിൽ വരുന്നത്. അതിന്റെ മിഡിൽ വരുമ്പോഴും ആ ഒരു പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സ് തന്നെ ആയിരിക്കും വരുന്നത്. മുന്താണി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് സാരിയുടെ പല്ലു. ആ പേസ്റ്റൽ യെല്ലോയും ആ ഒരു എമറാൾഡ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരിയുടെ പല്ലു വരുന്നത്. കൂടാതെ ആ ഒരു ഗോൾഡൻ സെറിയിലുള്ള ഒരു വുമൺ പാറ്റേണും വരുന്നുണ്ട് സാരിക്ക് പല്ലുവിൽ. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ വീണ്ടും നല്ല സോഫ്റ്റ് കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ബേബി പിങ്കും ഓണിയൻ പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. അതിലും ആ ഒരു യെല്ലോ തന്നെയാണ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഇപ്പൊ ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലൗസ് ആപ്റ്റ് ആയിരിക്കും കേട്ടോ സാരിക്ക്. ആ ഒരു യെല്ലോ ടോൺ ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ബേബി പിങ്കും ആ ഒരു യെല്ലോ ടോണും കൂടിയുള്ള പേസ്ലി ഡിസൈൻസിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ പാറ്റേൺസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വുവൺ പാറ്റേൺ കംപ്ലീറ്റ് സാരിയിലും വരുന്നുണ്ട്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ വരുന്ന ഈ ഒരു പാറ്റേൺ തന്നെ ബെൻഡെക്സ് ബോർഡർ. മുന്താണി യെല്ലോ വിത്ത് പിങ്കിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലാവൻഡർ ആണ്. ഇതിന് മുൻപ് കാണിച്ച സാരികൾ പോലെ നമ്മൾ ഉടുത്ത് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് എല്ലാ സാരീസും വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഫാബ്രിക് വൈസ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. വളരെ ഒരു കൂൾ എഫക്റ്റ് തരുന്ന സാരിയാണ്. ഈ ഒരു സമ്മർ സീസൺ വളരെ ആപ്റ്റ് ആണ് കേട്ടോ. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഒട്ടും ചൂടൊന്നും എടുക്കുന്ന ഫാബ്രിക് അല്ല. ഫുൾ ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് പാറ്റേൺസ്, അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും. പേസ്ലി മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ സാരി വരിക. വിത്ത് സിമ്പിൾ ജെറി ബോർഡർ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. ലാവൻഡർ വിത്ത് ഇതിലും ആ ഒരു ബ്രൗണിഷ് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരിയിൽ. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളറും വളരെ സോഫ്റ്റ് കളറാണ്. ഇതും ആ ഒരു യെല്ലോയും ഒരു ടിൻറ്റഡ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. നമ്മൾ ഇതെല്ലാം അടുത്ത് വരികയാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നല്ല ഓപ്ഷനാണ്. കാരണം വളരെ ഒതുങ്ങി നിൽക്കും. ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ട്രാൻസ്പെറൻസി ഇല്ല ഫാബ്രിക്കിന്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നമുക്ക് ഉമ്മമാർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. കാണാനും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഒരു സെറി വുവൺ സ്റ്റൈലിൽ വന്നിട്ടുണ്ട് വിത്ത് സിമ്പിൾ ബോർഡർ. പല്ലു, ബ്ലൗസ്. എല്ലാ സാരീസിനും കോമൺ ആയിട്ട് ഈ ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട് മുന്താണിയിൽ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ യെല്ലോ നമുക്ക് എല്ലാ സാരീസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റണ്ണിങ് ബ്ലൗസ് സാരിയുടെ കൂടെ അവൈലബിൾ ആണ്. ഇത് വരുന്നത് ഗ്രേ വിത്ത് യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഡിസൈൻസും പാറ്റേണും ഫാബ്രിക്കും എല്ലാം സെയിം തന്നെ. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും. പേസ്ലി ഡിസൈൻസ്, ഡബിൾ സൈഡ് ബോർഡർ, യെല്ലോ വിത്ത് ഗ്രേയിലാണ്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലുള്ള മുന്താണി, ബ്ലൗസ്. അടുത്ത സാരി നല്ല സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് തന്നെ, ഒണിയൻ പിങ്കും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ തന്നെ സാരി വരുന്നത്. ആ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസൈനിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. ഇതും അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത്. പാറ്റേൺ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ വരുമ്പം ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസും അതിലൊരു ബുട്ടി വർക്കും വരുന്നുണ്ട്. ബുട്ടി വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരിക സാരിയിൽ. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. മുന്താണി, ഇതാണ് സാരിയുടെ പല്ലു. ആ ഗോൾഡൻ സെറിയിലുള്ള പാറ്റേൺസും വരുന്നുണ്ട്, പേസ്ലി ഡിസൈൻസും വരുന്നുണ്ട്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീനാ വരുന്ന സാരി. ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു മെഹന്തി ഗ്രീനാ സാരി വരുന്നത്. ഫുൾ സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു സെറി വുവൺ പാറ്റേണും അതിലൊരു ബുട്ടി വർക്കും വരുന്നുണ്ട് സാരിയിൽ. കൂടാതെ പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സ്. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ബ്രൗൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ബ്രൗൺ വിത്ത് ബേജ് ആണ്. ഫുൾ അതേ പാറ്റേൺ തന്നെ ഫ്ലോറൽ ഡിസൈൻസ്. ആ ബാഗ്രൂ ഡിസൈനിൽ തന്നെ ആയിരിക്കും. ലോവർ ഏരിയയിൽ ബെൻഡെക്സ് ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. സോഫ്റ്റ് സെമി സിൽക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരിയാണ് ഇത് വരുന്നത്. മെഹന്തി ഗ്രീൻ തന്നെയാണ്. നമ്മൾ മെഹന്തി പൗഡറിന്റെ എല്ലാം കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ്. ഡ്രൈ മെഹന്തി പൗഡർ, ആ ഒരു കളറാണ് സാരിക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ ആ ഒരു പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സ്, ഫ്ലോറൽ ഡിസൈൻസിലുള്ള മോട്ടീവ്സും ത്രൂ ഔട്ട് ദ സാരി ഹൊറിസോണ്ടൽ ആയിട്ട് സെറി വുവൺ ലൈൻസും അതിലൊരു ബുട്ടി വർക്കും വരുന്നുണ്ട് സാരിക്ക്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി,
വിത്ത് ബ്ലൗസ്.